ബഹുമാന്യരായ യാത്രക്കാരെ, അല്പം ശബ്ദമേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ യാത്രയുടെ അല്പസമയം നിങ്ങളിവിടെ വിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം വരുവാൻ കാത്തിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം നിങ്ങളിൽ അനേകരും കേട്ടിട്ടുള്ളതാണ്, വളരെയധികം കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ അതേ കാര്യം തന്നെയാണ് ഞാനും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിശുദ്ധ ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത്: യേശുക്രിസ്തു സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന്. സകല മനുഷ്യരെയും യേശു സ്നേഹിക്കുന്നു. കാരണം ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിൽ കൂടിയും അനേകം പ്രതിസന്ധികളിൽ കൂടിയുമാണ് അവരുടെ ജീവിതം അവസാനിച്ചു പോകുന്നതെങ്കിൽ, ദൈവമായ കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെയും അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിലൊക്കെയും വിളിച്ചു പറയുന്നത്: ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യനും നശിച്ചു പോകാതെ ഇരിക്കണമെന്നാണ്. കാരണം ഈ ലോക ജീവിതം കൊണ്ട് ഒരു മനുഷ്യനും അവസാനിച്ചു പോകുന്നില്ല. ഇവിടുത്തെ അല്പസമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതിനപ്പുറത്തൊരു ജീവിതം നമുക്കുണ്ട്. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നതായ ആത്മാവ്, അത് നിത്യതയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കണമെങ്കിൽ അത് നാം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ എന്നേക്കും ദൈവത്തിൻ്റെ അടുത്ത് ആയിരിക്കണമെങ്കിൽ മനുഷ്യനും വിശുദ്ധനാകണം. എന്നാൽ മനുഷ്യനോ സ്വയം വിശുദ്ധനാകുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ബൈബിൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമുക്കൊരിക്കലും നമ്മളിലുള്ള കുറവുകളെ തിരുത്തി മുൻപോട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല. അതിന് ദൈവത്തിൻ്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. അതാണ് ദൈവമായ കർത്താവ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ ദാനമായി നൽകിയത്. അതിപ്രകാരമാണ് തിരുവെഴുത്ത് പറയുന്നത്: യേശുവിനെ രക്ഷകനും കർത്താവുമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നും, കർത്താവായ യേശുക്രിസ്തു ആ മനുഷ്യൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുമെന്നുള്ളതാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ. അത് അനേക കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. അത് രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, എന്തു തന്നെ ആയിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം സുഖമായിരിക്കുന്നില്ല. എന്നാൽ ഒരു പ്രത്യാശയുള്ളവരായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസ ജീവിതം മാത്രം. അതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരുവനിലും രക്ഷയില്ല എന്ന്. ക്രിസ്തുവിൽ കൂടി മാത്രമാണ് നമുക്കുള്ള രക്ഷ. അതിനുവേണ്ടിയാണ്
പിലാത്തോസിൻ്റെ അരമന മുതൽ ഗൊൽഗോത്ത എന്ന് പറയുന്ന സ്ഥലം വരെ മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് യേശു ചാട്ടവാറുകൾ കൊണ്ട് അടിയേറ്റും അധികാരികളുടെ എല്ലാ പീഡനങ്ങളും സഹിച്ച് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ ആണ് യേശുക്രിസ്തു വീണ്ടും വരുന്നത്. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ലോകം ഒരു മനുഷ്യരും അറിയാത്തതല്ല. കാരണം അതവിടെ തെളിവായി തന്നെ നൽകിയിരിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും അവനോടുകൂടെ ചേരും എന്നുള്ളതിൻ്റെ തെളിവാണ് അന്നവിടെ കാണിക്കുവാൻ ഇടയായിരിക്കുന്നത്. നമുക്കറിയാം ലാസറിൻ്റെയും ധനവാന്റെയും കഥ. ലാസർ മരിച്ചുപോയി. സ്വർഗത്തിൽ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുമ്പോൾ ധനവാൻ മരിച്ച് നിത്യനരകത്തിലേക്കും തള്ളപ്പെട്ടു. ഈ ഭൂമിയിൽ അല്പസമയത്തെ ജീവിതമായിരുന്നു 2 പേർക്കുമുള്ളത്. എന്നാൽ കഷ്ടം സഹിച്ചവനോ അവൻ നിത്യതയിൽ ദൈവത്തോടു കൂടെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കല്പം കഷ്ടം വന്നാലും നാം പ്രത്യാശയുള്ളവരായിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ. അതാണ് പ്രിയമുള്ളവരെ നമുക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത്. അതിലും വലിയൊരു സമ്പത്ത് നമുക്കില്ല. കാരണം ഈ ലോകത്ത് നാം എന്തെല്ലാം സമ്പാദിച്ചാലും ഒരിക്കൽ അതെല്ലാം നാം ഇവിടെ ഉപേക്ഷിക്കും. അതാരാണ് പിന്നെ അനുഭവിക്കുന്നത് പോലും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുവാൻ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനായി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ ഒരുങ്ങിയിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവോ സകല മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ